ഞാൻ ആന്റി അല്ല എന്ന ആ ഒരു രോദന എനിക്കുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറ വേണ്ടാത്ത പണിക്കണ്ട, വെറുതെ വള്ളി പിടിക്കല്ലേ, ഞാൻ അങ്ങനെ പറയുള്ളൂ. എങ്ങനെയാണ് ഈ സ്റ്റോറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്? ബാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും ഇല്ല. എന്റെ ലൈഫ് ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല അതിനകത്ത്. നമ്മുടെ കോളേജുകൾ എന്റെ അടുത്ത സംഭവം വന്നപ്പോ ഞാൻ പിന്നെ മറ്റേ ആത്മാർത്ഥ പ്രണയം ചെയ്ത് വയ്യാതെ തളർന്നിരിക്കുകയാണ്. റീൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡിഎംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക? ആൾക്കാർ ടാഗ് ഹലോ, ഹായ് വ്യൂവേഴ്സ്. പ്രണയിച്ച് ചതിച്ചവരോട് പല തരത്തിലാണ് ആൾക്കാർ പ്രതികരിക്കാറല്ലേ? പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലവ് റിവെഞ്ച് സ്ട്രാറ്റജി ഉണ്ട്. എന്താന്നല്ലേ? അതെന്താണെന്ന് റിവീൽ ചെയ്യാം. അതിനു മുന്നേ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സമൻ രാജിന്റെ സ്വപ്നങ്ങൾ എന്റെ ഷോർട്ട് ഫിലിമിന്റെ ടീം മെമ്പേഴ്സ് ആണ്. ലെറ്റ്സ് വെൽക്കം ദം. ഹലോ, വെൽക്കം, നമസ്കാരം. We have producer Inshad sir, Yes. and writer director Ajmal sir, Vichilesh, ആമിന ആൻഡ് നൗഫിയ. വെൽക്കം. അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും വളരെ എന്താ കൂൾ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മൾ എന്താ ഏതാന്നൊക്കെ റിവീൽ ചെയ്യുന്നതിന് മുന്നേ, ആൾക്കാരോട് ആ ലവ് സ്ട്രാറ്റജി ഒക്കെ പറയുന്നതിന് മുന്നേ, നിങ്ങൾക്ക് സമർ രാജിന് ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ ആയിട്ട് മുൻപിൽ കിട്ടാണെന്ന് വെച്ചോളൂ. ഒരാള്, ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളായിട്ട് വരികയാണ്. അപ്പൊ ആളിന്റെ അടുത്ത് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ പറയാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒന്ന് പെട്ടെന്ന് ആലോചിച്ചു. ഇപ്പൊ സമരാജ് വരാണ് നിങ്ങളുടെ അടുത്ത്, ഇതാണ് ലൈഫ് സിറ്റുവേഷൻ. അപ്പൊ എന്തായിരിക്കും പറയാൻ പോകുന്ന ഒരു കാര്യം? ഡയറക്ടറിൽ തുടങ്ങണോ, പ്രൊഡ്യൂസറിൽ തുടങ്ങണോ, ആക്ടേഴ്സിൽ തുടങ്ങണോ? എന്തായിരിക്കും കൊടുക്കാൻ പോകുന്ന ഉപദേശം? ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും പരാജയപ്പെട്ട് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തോൽവിയിൽ നിന്ന് മുന്നേറണം. നമ്മളല്ലാതെ അങ്ങനെ എല്ലാം വിട്ടുകൊടുക്കരുത് എന്ന് എനിക്ക് അങ്ങനെ നന്നായി എന്ന് പറയും. ഓൾ ദ ബെസ്റ്റ് പറയും പുള്ളിയുടെ അടുത്ത്. അതന്നെ ലവ്. അതാ നല്ലത്. അത് മതി. അത്ര മതി. നമുക്ക് ആക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കാനായാലും ഈ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത ആളാണ്, എന്താണ് പറയാനുള്ളത് ആ ഒരു ക്യാരക്ടറിന്റെ അടുത്ത്? സമൂഹത്തിലൊക്കെ കാണുന്നൊരു വിഷയമാണിത്. പലതരത്തിലുള്ള റിവെഞ്ച് ഈ ഇങ്ങനെ പ്രണയിച്ച് പരാജയപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ ഡേഞ്ചർ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു റിവെഞ്ച് അതൊരു എന്താ പറയാ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള റിവെഞ്ച്. ഇനി നമുക്ക് നമ്മുടെ ലേഡി ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടാവും ഒരു ക്യാരക്ടർ എടുത്ത്? എന്നെ നോക്കണേ എന്തിനാ? എനിക്ക് എന്നെ ഒത്തിരി കിട്ടിട്ടില്ല. പറ. അല്ല, എനിക്ക് ഞാനാണെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറ വേണ്ടാത്ത പണിക്കണ്ട, വെറുതെ വള്ളി പിടിക്കല്ലേ, ഞാൻ അങ്ങനെ പറയുള്ളൂ. വെറുതെ ഒന്നാലോചിച്ചൊക്കെ ഇതിന്റെ ഒരു ഫ്യൂച്ചർ എനിക്ക് കാണാൻ തന്നെ വയ്യ. ഇതൊരു ഫാന്റസി ആയിട്ട് അല്ല, ഇത് പക്ഷെ നടന്നിട്ടുണ്ട് കേട്ടോ എവിടേക്കോ. ഞാൻ ഇങ്ങനെ അതെ അതെ അതെ. പക്ഷെ ഞാനാണെങ്കിൽ പറയാൻ ഉദ്ദേശിക്കും വേണ്ട. അതെ അതെ, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഓരോരുത്തരുടെ ചോയ്സ് എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. അതെ അതെ. നമ്മള് ഇപ്പം ആമിന പറഞ്ഞിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് ഈ സ്റ്റോറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്? ഇപ്പം സ്റ്റോറി എഴുതിയതും ഡിറക്ഷനും ഒക്കെ ഒരാളായ സ്ഥിതിക്ക് എന്താണ് ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? ബാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നും ഇല്ല. നമ്മളിങ്ങനെ പറയുന്നൊക്കെ നാട്ടുമ്പുറത്തൊക്കെ പറയുന്ന കേൾക്കാറുണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എഴുതിയതാണ്. പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു ഡ്യൂക്കിന്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് എഴുതിയതാണ്. അങ്ങനെ എഴുതിയതാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് എന്റെ ലൈഫ് ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല അതിനകത്ത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ സ്വന്തം കഥയല്ലടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, എന്റെ സ്വന്തം കഥയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്, നാട്ടുമ്പുറത്ത് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എഴുതിയതാണ്. പിന്നെ ഈ പൊന്മുട്ടി എന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് ചെയ്തതാണ്, അങ്ങനെ എഴുതിയതാണ്. പ്രൊഡ്യൂസർ എടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു സ്റ്റോറി വരികയാണ്, അപ്പൊ ആളുമായിട്ട് മുന്നേ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു യെസ് ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ് എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്? അത് നമ്മുടെ ഒരു കസിൻ ആളൊരു ഫ്രണ്ടായിരുന്നു. ആള് മുഖേനയാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. പിന്നെ കഥ കേട്ടപ്പോൾ ആ ത്രെഡാണ് ഇഷ്ടമായി. അങ്ങനെ മുൻപോട്ട് പോയത്. സക്സസ് ആവുന്ന അറിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുവാണ്, അപ്പൊ അത് പോർട്രേറ്റ് ചെയ്യാൻ പോവാണ്, എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഡയറക്ടർ ഭാഗത്ത് നിന്ന്? ഇല്ല, എന്നോട് 2 വർഷം മുന്നേ ഇങ്ങനൊരു കഥയുണ്ട്, ഷോർട്ട് ഫിലിമാണ്, ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിത് സ്ക്രിപ്റ്റ് തന്നപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്. ഇതുവരെ അങ്ങനെ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു വിഷയമാണ്. അത് മാത്രമല്ല, ഇതൊരു ഒരു ഞാണിന്മേ കളിയാണ്. ഇത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ ഒരു വൾഗാരിറ്റിയിലേക്ക് പോകും എന്നുള്ളൊരു വിഷയമാണിത്. അപ്പോൾ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് എന്നോട് അജ്മൽ പറഞ്ഞു.
പിന്നെ അത് ചെയ്തു വന്ന സമയത്ത് അത് കറക്റ്റ് ആയിരുന്നു അജ്മലിൻ്റെ ഡിസിഷൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഇത് മൊത്തത്തിൽ ഇത് വന്നപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആളുകളിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, സന്തോഷം. നിങ്ങൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്ത സമയത്ത് എന്തായിരുന്നു ഡയറക്ടേഴ്സ് ബ്രീഫ് എന്ന് പറയുന്നത്? എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് എന്നെ അജ്മൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ 22 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ്, ഇങ്ങനെ വിധവയാണ്, ലൈക്ക് ഭർത്താവില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം ആലോചിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കുഴപ്പമില്ല തോന്നി. പക്ഷെ ഞാൻ ഓക്കെ ആണോ എന്നുള്ളത് അത് അജ്മലാണല്ലോ പറയേണ്ടത്. പക്ഷെ എങ്ങനെയോ അത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ നൗഫിയക്ക് ഇഷ്ടം, നൗഫി പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നൗഫിയയിലേക്ക് എത്തുന്നത്. നമ്മുടെ കോളേജുകൾ എന്റെ അടുത്ത സംഭവം വന്നപ്പോ ഞാൻ പിന്നെ മറ്റേ ആത്മാർത്ഥ പ്രണയം ചെയ്ത് വയ്യാതെ തളർന്നിരിക്കുകയാണ്. എന്റെ ഏതെടുത്ത് നോക്കിയാലും ആത്മാർത്ഥ പ്രണയം കൊണ്ട് ഞാൻ മറ്റേ പ്രണയം കൊടുത്ത് വാരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്നൊരു വ്യത്യാസം വേണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോ തേപ്പുകാരിയെന്ന് പറഞ്ഞപ്പോ ക്യാരക്ടർ മാറ്റണം, ഒന്ന് മാറ്റി പിടിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ലാസ്റ്റ് എൻഡിങ് ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ട് ഇതിനി പണിയാവോ അങ്ങനെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളി നല്ല രീതിയിൽ അതൊരു കോമഡി ആയിട്ട് അങ്ങനെ ഒരു സംഭവമായിട്ടാണ് നമ്മളത് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഒരു വൾഗാരിറ്റി പറഞ്ഞ പോലെ ഉണ്ടാവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആ ഒരു പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ അത് പറയുമ്പോ നമുക്ക് അങ്ങനെ പല ആൾക്കാരും പല രീതിയിലായിരിക്കുമല്ലോ അതിനെ കാണുന്നത്. ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്. ഇതൊരു കുഞ്ഞു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഫണ്ണായിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കാം. വേറെ അല്ലാതെ കാണാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഓക്കെ അല്ലാതെ ആവാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എല്ലാ പെർസ്പെക്റ്റീവും നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇനീഷ്യലി അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ കുറച്ച് കൺസേൺ, ഇത് പണിയാവോ എന്നുള്ള ഇതിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ പുള്ളി അത് ഇല്ല, നമ്മൾ ഇങ്ങനെയാണത് എന്താണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു ഇത് അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഐ വാസ് കോൺഫിഡന്റ്, കുഴപ്പമില്ല. പിന്നെ ചെയ്തപ്പോ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. തേപ്പേരായിട്ട് ചെയ്തപ്പോ ഇതുവരെ മറ്റേ ആത്മാർത്ഥ പ്രണയം കൊണ്ട് ആൾക്കാർ എന്നെ തേച്ചിട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അതെ ഇപ്പൊ എനിക്ക് അവസരം കിട്ടിയപ്പോ ഒരു സമാധാനമായി. അതെ ബണ്ണീനെ കുറിച്ച് ഞാൻ വീണ്ടും തേച്ചല്ലോ. അതൊന്നും എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, കമന്റ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആലോചന ഉണ്ടോ? സെക്കൻഡ് പാർട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചിലപ്പോ മിക്കവാറും സിനിമയായിട്ട് ചെയ്യാം. അതെ ഇൻഷാല്ലാ. അല്ല സെക്കൻഡ് പാർട്ടില് വലിയ സിനിമയായിട്ട് അതെ ഇൻഷാല്ലാ. എന്നെ ഒരു ആന്റി ആക്കാൻ കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു കമന്റ് റിയാക്ഷനിലേക്ക് നോക്കുക. എനിക്കറിയാവുന്ന ഒരു കഥ പറയാം. കുറച്ച് കൂട്ടുകാർ സിനിമയെ പറ്റി മാത്രം സ്വപ്നം കണ്ട് നടന്നവർ. എത്ര വർഷത്തെ ത്രെഡാണ് ഇനി ഷോർട്ട് ഫിലിം വഴി സമൽ രാജിന്റെ സ്വപ്നമായി എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സിനിമ കണ്ട ഫീൽ. സോ ഡയറക്ടർ എന്ന് പറഞ്ഞാലേ നിങ്ങൾ എത്ര വർഷത്തെ സ്വപ്നമായിരുന്നു അത്? ഞാൻ ഒരുപാട് വർഷമായി ഈ സിനിമയിൽ വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോ 2 വർഷത്തെ ഒരു പ്രൊജക്റ്റാണ്. 2 വർഷം മുമ്പാണ് ഞാൻ വിജിലേഷൻ്റെ അടുത്ത് കഥ പറയുന്നത്. പിന്നെ ഇത് ഇത്രയും ബഡ്ജറ്റ് വരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പൊ നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഓക്കെ ആയപ്പോൾ അതിന് 2 വർഷം സമയം എടുത്തു ഈ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് നാളത്തെ സ്വപ്നം തന്നെയാണ് സമൽ രാജ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാറുണ്ടോ കമന്റിനോട്? അജ്മലിന്റെ ഒരു ഡ്രീം കൂടിയാണ്. അപ്പൊ അത് ഇവിടെ നല്ലൊരു പരിപാടിയിലൂടെ അതുപോലെ ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുമായിരുന്നു, പറന്ന് നടക്കുമായിരുന്നു. സുന്ദരിയായ അമ്മയെ കണ്ടപ്പോഴേ ക്ലൈമാക്സ് മനസ്സിലായോ കമന്റ് ചെയ്യുന്നതൊക്കെ? സുന്ദരിയായ അമ്മ, ആന്റി ലവർ, അങ്ങനെ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് കമന്റ്സ് ഞാനെന്ത് പറയാ, ഈ ആന്റി ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഒക്കെ മെൻഷൻ ചെയ്തിട്ട് അപ്പൊ ഞാനത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അജ്മലിനോട് പറയായിരുന്നു. കുറെ പേര് അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആന്റി അല്ല എന്ന ആ ഒരു രോദന എനിക്കുണ്ട്. നിങ്ങളുടെ ഒരു കോംബോ ചോദിക്കട്ടെ, അമ്മ മോൾ കോംബോ ആയിട്ട് ചെയ്യുന്ന സമയത്തോളം നിങ്ങളുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ്?
ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ അങ്ങനെ ഡയലോഗ് ഒരുപാട് കോമ്പിനേഷൻ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ combination നമ്മൾ ഉണ്ടായിരുന്നില്ല. ആദ്യം വന്നപ്പോ ഞാൻ ശരിക്കും ആലോചിച്ചു, അയ്യോ ഇത് എങ്ങനെ അമ്മയിട്ട് എങ്ങനെ വരും എന്നുള്ള രീതിയില് ഞാൻ അങ്ങനെ അതല്ല ഫസ്റ്റ് വന്നപ്പോ എന്താ പറയാ മറ്റേ Makeup. മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് എന്റെ മുഖത്ത് കുറെ കരിയൊക്കെ വാരി തേച്ചു. കരി വാരി തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രായം കൂടുക. അതുകൊണ്ട് ഇവന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴത്തേക്കും പ്രായം കൂട്ടാനാ പറഞ്ഞ, അല്ലാതെ ആളെ മാറ്റാനല്ല പറഞ്ഞത് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഉണ്ടായി. അല്ല അപ്പൊ എനിക്ക് ഇച്ചിരി ആദ്യം എനിക്ക് തോന്നി അങ്ങനെ തോന്നുവോ അമ്മയും മോളുമായിട്ട് തോന്നുന്നുള്ള. മൊത്തം വാടകയായിരുന്നു ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു അമ്മയാക്കി. സാരി ഒക്കെ ഇട്ട് ആ ഓർണമെന്റ്സും കാര്യങ്ങളും മേക്കോറൊക്കെ ആയപ്പോ ആ ഒരു മെച്ചൂരിറ്റി വന്നു കൊടുക്കായിരുന്നു. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സീസൺ 2 വെയിറ്റിംഗ്. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, ബണ്ണി പ്രൊഡക്ഷൻസ് ഒരു പടം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിന്റെ ഒരു പരിപാടികളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ, പടത്തിലുണ്ടാവും. സർപ്രൈസ് ആണെങ്കിൽ അതെ, സർപ്രൈസ് ആയിരുന്നു കണ്ടാൽ. ഈ അടുത്ത ഒരു കമന്റ് വെക്കാറ്, ഞങ്ങളുടെ ചാലക്കുടിയും ഞങ്ങളുടെ സമലേട്ടന്റെ പേര് എടുത്തല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചാലക്കുടി ആയിരുന്നല്ലോ? അതെ, ചാലക്കുടിയായിരുന്നു. ചാലക്കുടിയില് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഷൂട്ടിന് വരുന്നത്. കൊറോണ വന്നപ്പോൾ ചാലക്കുടിയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സപ്പോർട്ടും നല്ല സ്നേഹമുള്ള ആളുകളാണ്. പിന്നെ പ്രൊഡ്യൂസറെ പോലുള്ള ആളുകൾ, പിന്നെ അജ്മലിൻ്റെ നാട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ അജ്മലിൻ്റെ ഇതിലെടുത്ത് പറയേണ്ടത് അജ്മലിൻ്റെ ബാപ്പയും ഉമ്മയും ഒക്കെ എപ്പോഴും സെറ്റിൽ ഉണ്ടാവും. ഭയങ്കര സപ്പോർട്ടീവ് ഭയങ്കര ആയിരുന്നു സപ്പോർട്ടാണ്. അവര്, ഭയങ്കര സ്നേഹവുമാ. അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. നല്ല അടിപൊളി. ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോ ഇതിന്റെ ഒരു ഷോർട്ട് റീല് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സമരരാജനെ കാണാൻ ഇങ്ങോട്ട് വന്നു. ഇതില് ഇഷ്ടമായി, മറ്റേ ഹാർട്ട് ഒക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നല്ലോണം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് ഷോർട്സ് ഇങ്ങനെ ഇൻസ്റ്റയിലേക്ക് ഇങ്ങനെ ഓടിപ്പാനി നടക്കുകയാണ്. അപ്പൊ ഈ ഐഡിയ എന്തെങ്കിലും നിങ്ങളുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണോ? ഷോർട്ട് ലൈക്ക് കട്ട്സ് ആയിട്ട് ഇടാം അങ്ങനെ എന്തെങ്കിലും? അല്ലല്ല, അത് സ്വാഭാവികമായിട്ട് വന്നതാണ്. നമ്മൾ റിലീസ് ചെയ്ത് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് റീൽസ് ഓരോ പേജുകളിലായിട്ട് വന്നിരുന്നു. അത് തന്നെ വന്നതാണ്, നമ്മളൊന്നും ചെയ്തിട്ട് വന്നതല്ല. ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് DMs ഒക്കെ ചെയ്യുന്നുണ്ടോ? റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക? ആൾക്കാര് ടാഗ് പിന്നെ. അതെന്തായാലും നല്ല രീതിയിലുണ്ട്, നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാരും. കണ്ടിട്ട് ഇതേപോലെ ടാഗ് ഒക്കെ ചെയ്ത് മെൻഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ കുഞ്ഞി എഡിറ്റ് കട്ട്സും കാര്യങ്ങളും മറ്റേ റിവെഞ്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല രസമുണ്ട് കാണുമ്പോ. നമുക്ക് ശരിക്കും കാണാൻ തോന്നും. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ കമന്റ് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അതെ അതെ അതെ. പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ചെറിയ അനുഭവമെങ്കിലും ഉണ്ടാവും. ചില ആൾക്കാരെ എങ്കിലും ജീവിതത്തിൽ അത് ചിലപ്പോ ഒരു പീക്ക് ലെവലോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പീക്ക് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ല. അത് ചില ആൾക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. എല്ലാരും ഇല്ല. പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യില്ല കേട്ടോ ഇങ്ങനത്തെ സാറ്റിസ്ഫാക്ഷൻ. ഡു നോട്ട് ട്രൈ ഇറ്റ് ഹോം. ഇതൊക്കെ ഒരു ഫാന്റസി, ഇതിൽ കാണാൻ രസിക്കാന്നുള്ളതല്ലാതെ. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ആയി ഇറങ്ങി മുന്നിൽ വന്നു കഴിഞ്ഞപ്പോ ആസ് എ പ്രൊഡ്യൂസർ കണ്ടിട്ട് എന്താ ഫീൽ ചെയ്തേ? അല്ല, കണ്ടിട്ട് നന്നായി, അടിപൊളി. ഇനി നമുക്ക് അടുത്ത വേറെ നോക്കണം, നല്ലത് പ്ലാനിലേക്കുണ്ട്. അതന്നെ, അങ്ങനെ പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. എന്നാലും നമുക്കില്ലേ കുറച്ചൊന്ന് മൂഡൊന്ന് ലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്. യെസ് ഓർ നോ സെഗ്മെന്റ് ആണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അപ്പൊ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. റെഡി ആണോ സെഗ്മെന്റിലേക്ക്? ഓക്കെ ഓക്കെ. റിയൽ ലൈഫ് സമലേട്ടന്മാരെ അറിയാം? റിയൽ ലൈഫ് സമലേട്ടന്മാരെ യെസ്, നോ, യെസ്. അപ്പൊ ഓക്കെ, കഥ പറ. റിയൽ ലൈഫ് സമലേട്ടന്മാരെ അറിയാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വീടിന്റെ അവിടെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വീടിന്റെ അവിടെ കേട്ടുള്ളൊരു കഥയായിരുന്നത്. ഇങ്ങനെ അറിയാം. കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മയെ പ്രണയിച്ച് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ നാട്ടുമ്പുറത്തുണ്ടായിട്ടുള്ളതാ. അല്ല, ഞാനിതുപോലെ കേട്ടിട്ടുണ്ട്. അനിയത്തിനെ പ്രണയിച്ചിട്ട് അവിടെ തേച്ചപ്പോ ചേച്ചീനെ പ്രണയിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മേനെ പ്രണയിച്ച കഥയൊന്നും കേട്ടില്ല. എവിടെ നോർത്തിലൊരു എന്തോ അങ്ങനെ എന്തോ കേട്ടായിരുന്നു കേട്ടോ ഈ ഇടയ്ക്കെന്തോ ന്യൂസില്. മറ്റേ ഈ അടുത്ത് മറ്റേ ഓട്ടോയിൽ കേറിയിട്ട് ഞങ്ങള് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാനും കണ്ടായിരുന്നു. പ്രണയിക്കുന്ന ഫ്രണ്ട്സിനെ
ഉപദേശിക്കാറുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കാറുണ്ട് പ്രണയിക്കുന്ന ഫ്രണ്ട്സിന്? എന്തായാലും കൊടുക്കുന്ന ഒരു ഉപദേശം നല്ലതാണെന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താ പറയും? അല്ല, പ്രണയിക്കണം. അതൊരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരു അവസ്ഥയാണ്. അവസ്ഥ മീൻസ് അത് നമ്മുടെ എന്താ പറയാ, പ്രണയം ഓരോ സ്റ്റേജ് ആണല്ലോ. അപ്പൊ അല്ല, ഡെഫിനേഷൻ ഒന്നുമില്ല. എല്ലാവരുടെയും പോലെ തന്നെ നല്ലതാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്. അതെ, നല്ലത് തന്നെയാണ്. ഒരു നല്ലൊരാൾ ഉണ്ടായ നല്ലതാണ്. ഉണ്ടായ നല്ലതാണ്. അതെ. അല്ല, തേച്ചാലും തേച്ചില്ലെങ്കിലും പ്രണയിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ നമുക്ക് എന്താ പറയാ, അത് പിന്നെ നല്ല ഓർമ്മയായിരിക്കും അത്. സപ്പോർട്ട് ചെയ്യാറുണ്ട് ശ്രമിക്കുന്നവരെ. നമ്മൾ പ്രേമിച്ചിട്ടില്ല, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഈ 30 കഴിഞ്ഞിട്ടുള്ള പ്രണയങ്ങളില്ലേ കുറച്ചും കൂടെ മെച്യൂർ ആവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു അല്ല, ഒരു മെച്യൂർ ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് സമുദ്രാജന്റെ സ്വപ്നങ്ങൾ സിനിമയായി എത്തുമ്പോൾ അതിലൊരു പാർട്ടാവും. എനിക്ക് ചെറുതായിട്ട് ക്യാരക്ടറിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. പക്ഷെ ആവണമെന്നുണ്ട്. ഡയറക്ടറെ ഷൂട്ടിനിടയിൽ ചിരിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഇത് പറക്കരുതല്ലോ, അതുകൊണ്ട് കൂടെ ചോദിക്കാം. അല്ല, എന്നെ വിജിലേഷ് പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. എല്ലാവരും ഇപ്പൊ ആമിന ചെയ്യുന്നു, നൗഫിയ ചെയ്യുന്നതെല്ലാം അങ്ങനെയായിരുന്നല്ലോ ആ ഡയലോഗ്സ് എല്ലാം. അപ്പൊ എനിക്ക് എല്ലാം ചിരി വരാറുണ്ട്. നൗഫിയൊക്കെ പറഞ്ഞപ്പോ അവിടെ എല്ലാവരും ചിരിച്ചായിരുന്നു നൗഫിയ ഡയലോഗ്സ് എല്ലാം പറഞ്ഞപ്പോ. നൗഫിയ അറിഞ്ഞിട്ടില്ല എന്നു. കൂട്ടത്തിലെ ബിഗസ്റ്റ് ഫുഡി ആരായിരിക്കും? അത് ഇൻഷാദൊക്കെയാണ്. നൗഫിയും ഇൻഷാദൊക്കെയാണ്. എല്ലാവരും ഫുഡിയാണ്. ഇല്ല, ഞാൻ ഫീൽഡിൽ ഞങ്ങള് എന്താ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ നമ്മൾ പോയിട്ട് മറ്റേ നെല്ലിക്ക വെള്ളമൊക്കെ പോയി നമ്മൾ കഴിച്ച ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. അത് ഞാൻ വിളിച്ചോണ്ട് പോയി. അപ്പൊ എല്ലാരും കൂടെ വന്നു. അങ്ങനെ പോയിട്ടുണ്ട്. എന്തൊക്കെയോ കഴിച്ചിരുന്നു. എന്താ മോര്? അല്ലല്ല, നമ്മള് കപ്പ ബിരിയാണി ഒക്കെ കഴിച്ചു. ബിരിയാണി. ഇതൊക്കെ എപ്പോഴാ? ഞങ്ങളെ വിളിച്ചു വന്നില്ല. വൈശാഖ്, ഞാന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വൈശാഖ് കപ്പ ബീഫ്. ലൗഡസ്റ്റ് ലാഫ്, ഒച്ചത്തിൽ ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒച്ചത്തിലുള്ള ചിരിയുള്ളതൊക്കെ ആൾക്കാർ? അത് എനിക്കും ശരിയുള്ളത് നൗഫിയൊക്കെയായിരുന്നു. നൗഫിയൊക്കെയായിരുന്നു അതിന്റെ ചിരി കാര്യങ്ങൾ. ഇനി മൂവി സെറ്റ് അത് നിങ്ങളോടാണെങ്കിൽ ലൈക്ക് മൂവി സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ സെറ്റിന് എന്തെങ്കിലും പ്രോപ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ഒക്കെ മെമ്മറി പോലെ എടുത്തുകൊണ്ട് പോയി സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ അടക്കാം. നമ്മളെ കോസ്റ്റ്യൂം തന്നെയാ. അതുണ്ടാവുമല്ലോ. അല്ല, മറ്റേ പെയിന്റിന്റെ ഒക്കെ നമ്മൾ വേറെ ചെയ്തതാണ്. പെയിന്റിന്റെ ഒക്കെ പിന്നെ നൗഫിക്കൊക്കെ നമ്മൾ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും കംഫർട്ടായി ഉണ്ടായിരുന്നില്ല. പിന്നെ നൗഫിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പിന്നെ അത് തന്നെയാണ് ഉപയോഗിച്ചത്. ചുരിദാറൊക്കെ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നൗഫിയക്ക് സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നൗഫിയ സാരി കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നൗഫിയുടെ ഡ്രസ്സ് തന്നെയായിരുന്നു എല്ലാം യൂസ് ചെയ്തത്. ഇഷ്ടപ്പെട്ട ഒരു മൂവി, ഏതെങ്കിലും ഒരു സിനിമ, അതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിലെ ഡയലോഗ് ഒക്കെ പറയോ അങ്ങനെ ഇങ്ങനെ അനുകരിച്ചൊക്കെ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മൂവി? ഏതൊക്കെയാന്ന് പറയാമോ അങ്ങനെ ഇൻസ്പയർ ആയിട്ടുള്ള? അങ്ങനെയില്ല, അങ്ങനെയില്ല. ഒരുപാട് പടമുണ്ട്. ഈ പഴയ ദിലീപേട്ടന്റെ പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. ഇവിടെ ഏറ്റവും ആദ്യം പറഞ്ഞ ആളാണ്. ഏതൊക്കെ മൂവീസ് ഒക്കെ? എനിക്ക് നാഗവല്ലിനെ ഭയങ്കര ഇഷ്ടം. എനിക്കറിയില്ല. അയ്യോ, അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം കണ്ടു തുടങ്ങുമ്പോ തന്നെ നമ്മൾ അതിൽ 2 ക്യാരക്ടർ ആദ്യം ബുക്കാവുന്നത് ഏട്ടായിനെയും നമ്മുടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞാവിളിയൊക്കെയാണ്. അപ്പൊ ആ ഒരു ഫോൺ കോൾ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ലൈൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ ആ ഒരു മൂഡിൽ ഒരു ടോണിലൊക്കെ? കുഞ്ഞാ, ഒന്ന് ഫോൺ എടുക്കും കുഞ്ഞാ. ആ ഞായറാഴ്ച തമിഴ് അവിടെ ഒന്ന് പ്രശ്നമാക്കുമെന്ന് ഞാൻ ഇന്നത്തെ പോലും വിചാരിച്ചില്ല. പ്ലീസ് കുഞ്ഞാ, ഒന്ന് ഫോൺ എടുക്ക്. സാധാരണ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നല്ല പ്രശ്നമായിട്ടിരിക്കുകയാണ്. അമ്മ
അമ്മക്കാരന് ഭയങ്കര സീനാണ്. എന്തായാലും നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സമലേട്ടാ. അങ്ങനെ പറയല്ലേ ഇല്ല. പ്ലീസ് കുഞ്ഞ ബ്രേക്കപ്പ്, എനിക്ക് ബ്രേക്കപ്പ് വേണം. എന്നെ നീ വിളിക്കരുത്. കുഞ്ഞ അങ്ങനെ പറയല്ലേ ഒന്ന് ഫോൺ എടുക്ക കുഞ്ഞ ഇനി ഇതും പറഞ്ഞ് സമലേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. ശരിക്കും പറയാണ്. ബ്ലോക്കോ ആ ബ്ലോക്ക്. ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സബൽ രാജൻ എന്ന് പറഞ്ഞൊരു പാവ ഒരു പെയിന്റർ ആണ്, ഒരു ചെക്കനാണ്. അതൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ബ്രേക്ക് പിന്നെ ഒരു റിവെഞ്ച്. നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫാണ്, ഹാർട്ട് ബ്രേക്ക് വരുന്നു, നേരെ റിവെഞ്ചിലേക്ക് പോവാണ്. ഈ ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു പോർട്രേ ചെയ്ത സമയത്ത്? അത് കൃത്യമായിട്ട് അജ്മൽ അത് പറഞ്ഞു തന്നിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയാ, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് തോന്നുകയെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ആര് ചെയ്താലും അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓരോരോ സീന് ചെയ്യുമ്പോഴും അജ്മൽ ഇങ്ങനെ അത് ഇത്ര പോരാ, അതൊന്നുകൂടി കൂട്ടണം, അല്ലെങ്കിൽ ഇത്ര കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ അതങ്ങനെ ചെയ്തു പോകും. അജ്മലിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് നമ്മളെ കൊണ്ട് ചെയ്യും. ഞാൻ അജ്മലിനോട് ആദ്യമേ പറഞ്ഞത് ഒരു കോംപ്രമൈസും ചെയ്യരുത്, ഈ ക്യാരക്ടറിനും ഈ സിനിമ ചെയ്യുമ്പോഴും ഒരു കോംപ്രമൈസും ചെയ്യരുത്, അല്ലെങ്കിൽ ഒരാളെ അഭിപ്രായവും കേൾക്കരുത്. അജ്മൽ എന്താണോ മനസ്സിൽ അത് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാളെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് പറയാണ്ടിരിക്കരുത്. അത് തന്നെയാണ് അജ്മൽ ചെയ്തതും. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹാർട്ട് ബ്രേക്ക് കിട്ടിയ ആളാണെങ്കിൽ കൊടുത്ത ആളാണ് ഇത് അടുക്കിയിരിക്കുന്നത്. സോ ആ ഒരു അതിലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ആദ്യം സ്വീറ്റ് ആയിട്ടിരിക്കുന്നു. നമ്മൾ കുറെ ആൾക്കാർ കാണുന്നുണ്ട് ഇങ്ങനെ കാര്യമൊക്കെ സാധിച്ചെടുത്തിട്ട് ലാസ്റ്റ് അവരവരെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ പോകുന്നത്. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പോർട്രേ? അത് എനിക്ക് ഞാൻ ജീവിതത്തിൽ പോർട്രേ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായത് കാരണം, പിന്നെ മാത്രമല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഇപ്പൊ നോക്കിയാൽ അറിയാം, കുറച്ച് ഭയങ്കര ആത്മാർത്ഥത കൂടെ പോയിട്ട് ആൾക്കാർ തേച്ചിട്ട് പോണ ഒരു ഇതാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോ ഐ ഫെൽ ലൈക്ക് ഓക്കെ, ഇനിയെങ്കിലും അതൊന്ന് ജീവിച്ചു തീർക്കാമെന്ന് ആലോചിച്ചു. പക്ഷെ നല്ല പോർട്രേ ചെയ്യാൻ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബിക്കോസ് ചുറ്റും ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. എന്ന് പറയുമ്പോ ഇതേപോലത്തെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് എനിക്കത് ഇമോട്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടോ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഇറ്റ് വാസ് കമ്പാരിറ്റീവ്ലി ഈസി. കുഴപ്പമില്ല, സ്വിച്ച് ചെയ്യാൻ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് എനിക്ക് പിന്നെ ഇഷ്ടത്തോടെ കൂടെയാണ് ഞാൻ അത് ചെയ്തത്. എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ. എന്തിനാണ് ചോദിച്ചത്? ഞാൻ അത് മറന്നുപോയി. ഞാൻ വേറെ എന്തോ സംസാരിച്ചു. ഞാൻ ഇതെന്തിനൊക്കെ പറഞ്ഞു. ക്യാരക്ടറിനെ എങ്ങനെ ഉള്ളിലേക്ക് ചെയ്തത്? അതെ. അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. കമ്പാരിറ്റീവ്ലി ഈസി. പിന്നെ ഒരു ഫൺ സംഭവം, ഫൺ എലമെന്റ് എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് വിഷമം എത്രയോ പാവമായിട്ട് ഇതായ ഒരാള് എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. ക്യാരക്ടറായിട്ട് നമ്മൾ നിൽക്കുമ്പോ നമുക്ക് അത് തോന്നില്ലല്ലോ. പക്ഷെ അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ ഓഫ്കോഴ്സ് ആ ക്യാരക്ടർ കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത് ഈ ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്ന. അതെ അതെ. പക്ഷെ എപ്പോഴാണെങ്കിലും ഈ കൊടുക്കുന്നവർക്ക് കിട്ടും. ഞാൻ അടക്കം ഈ character. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ പോർട്രേ ചെയ്യുന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ ഫൺ, നല്ലൊരു ഫൺ ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതെ. ഹാർട്ട് ബ്രേക്ക് കിട്ടിയ ആള് കൊടുത്ത ആളിന് ഹീലിംഗ് മെഡിസിൻ ഇരിക്കുന്ന ആളാണ്. ഇത് അതിലുള്ള ട്വിസ്റ്റ് നമ്മൾ സംസാരിച്ച് നോക്കിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒരു അവിടാണ് ട്വിസ്റ്റ് വന്നിരിക്കുന്നു. ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത് ഇതും കൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വൺ കൺവിൻസിംഗ് ഒക്കെ കൺവിൻസ്ഡ് ആയി അപ്പോഴത്തേക്കും അല്ലേ? എനിക്കറിയില്ല ഞാൻ എങ്ങനെ കൺവിൻസ്ഡ് ആയത്. അത് നൗഫിയല്ല, അത് character അത് ആണ്. ഞാൻ ചോദിച്ചു, ഞാൻ അജ്മലിനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു പക്ഷെ കുഴപ്പമില്ല, പക്ഷെ അതെല്ലാരും സ്വീകരിച്ചു, എല്ലാവർക്കും ഇഷ്ടായി. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഒരു വൾഗാരിറ്റി ആ ഒരു സ്റ്റേജിലോട്ട് പോവും എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടായി. പക്ഷെ ആ ക്യാരക്ടറുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ആലോചിക്കേ, പുള്ളിക്കാരി ഒരു ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മദർ ആയിട്ട് ഒരാള് ഹെൽപ്പിന് എനിക്ക് ആ ക്യാരക്ടറുടെ സൈഡിൽ നോക്കിയപ്പോ എനിക്ക് കുറച്ച് പാവം തോന്നി ആ ക്യാരക്ടറിനോട്. ഫൈനലി ഒരാള് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മേ ബി അവരോട് അതിനകത്ത് പറയുന്നുണ്ട്, ലൈക്ക് അവർക്ക് ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആണ് അവര്. പിന്നെ ഒറ്റയ്ക്ക് ഒരു മോളെ വളർത്തുന്നു, വേറെ എന്താ പറയാ പേടിയാണ്. പിന്നെ അവരോട് സംസാരിക്കാനും ലൈക്ക് എന്താ പറയാ ബുദ്ധിമുട്ടാണ്.
പക്ഷെ അങ്ങനെ ചിലപ്പോ അവര് വിചാരിച്ചിരുന്നിരിക്കും, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നിരിക്കും ഇങ്ങനെ ഒരു ഇഷ്ടം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. എനിക്ക് തോന്നുന്നു അവിടെയാണ് directors അതെ, ഈ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു വോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒരു വോൾ ബിൽഡ് ചെയ്യും. ബിക്കോസ് അവർക്കറിയാം ആ വോളിന്റെ ഉള്ളിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരവിടെ വൾണറബിൾ ആണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു വോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് ആ ക്യാരക്ടറിന്റെ സൈഡിൽ നോക്കിയപ്പോ എനിക്ക് അതിന്റെ സൈക്കോളജി ഭയങ്കരമായിട്ട്, അങ്ങനെ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഇന്നതല്ല, ഇന്ന് മറ്റേ നീ പറഞ്ഞില്ലേ ഒരു കമന്റ് പറഞ്ഞു വൃത്തികെട്ട് തള്ള. അത് സമരാജിന്റെ പെർസ്പെക്റ്റീവ് എന്താ? അപ്പം ആള് മോളെ നോക്കാൻ പോയിട്ടൊന്നും പെട്ടെന്ന് അമ്മയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ലേ? സമൽരാജിന് ചിലപ്പോ കൃത്യമായിട്ട് നല്ല ധാരണ ഉണ്ടാവും. എന്താ പറയാ, അല്ല, പുള്ളി പൊട്ടി തകർന്ന് നിൽക്കുകയാണല്ലോ. റിവെഞ്ച് തന്നെയാണ് സമൽരാജിന്റെ മനസ്സിൽ. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നോ? ഇല്ലാന്നാണല്ലോ അതുവരെ പറയുന്നത്. ഇതുപോലെ അവൻ വീട് പണയം വെച്ച് ഞായറാഴ്ച ഉള്ള പലിശക്കാരനിൽ നിന്ന് പൈസ എടുത്ത് വണ്ടി എടുത്ത് അതുപോലെ കുഞ്ഞാന്ന് വിളിച്ച് നടക്കുന്ന ഒരുത്തനാണ്. അപ്പൊ ഒരു ഡ്യൂക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി തേച്ച് പോകുമ്പോ പിന്നെ അവൻ ഡ്രൈ ആണ് അവിടെ. പിന്നെ അവൻ എന്ത് സ്നേഹം, അത് സ്നേഹമൊന്നുമില്ല. അവന്റെ മൈൻഡില് അപ്പോഴത്തെ വിജയാണ് സമലിന്റെ. അപ്പൊ അവൻ അടുത്ത ഓപ്ഷൻ നോക്കി, അവൻ മാറി അവിടെ വെച്ചിട്ട്. സമരം പിന്നെ ഇല്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പം ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ആക്ടേഴ്സ്, ക്രൂസ് എല്ലാവരുമാണ്. അപ്പം ബാക്കി ആക്ടേഴ്സ് ഇപ്പൊ നമ്മൾ വൈശാഖ അല്ലെങ്കിൽ നമ്മുടെ രമാനാഥ് തുടങ്ങിയിട്ട് ഒരു വലിയ കാസ്റ്റിംഗ് കൂടി ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ലൊക്കേഷനിലായാലും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വൈശാഖാണ്. വൈശാഖ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ആക്ടറാണ്. വൈശാഖ് ഒരു ഫൺ എലമെന്റ് ആയിരുന്നു. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ അതില് വൈശാഖ് അടിപൊളി ആക്ടറാണ് വൈശാഖ്. ഞാൻ അത് അജ്മലിനോട് പറഞ്ഞു, ഒരു സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ വൈശാഖിനൊക്കെ വെച്ചിട്ട് നല്ലൊരു സബ്ജക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആള് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതെ, നല്ലയാ, ഫണ്ണാ. കോമഡി ഒക്കെ പറഞ്ഞ് വർക്കിലാണെങ്കിലും ഓക്കെ, വർക്കിന്റെ കാര്യങ്ങളാണെങ്കിലും നല്ല വി മിസ് യു വൈശാഖ്. ഏതോ ഷൂട്ടിലാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. ബാക്കി കാസ്റ്റിംഗിൽ കൂടെയുള്ള ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള നിങ്ങളൊരു ഉണ്ടാവല്ലോ. എല്ലാരും ചില്ലായിരുന്നു, നല്ല അത്യാവശ്യം. പക്ഷെ ഒരുപാട് ടൈം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. അത് പിന്നെ നമ്മള് വേഗം, നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ടൈമിൽ ഇങ്ങനെ തീർക്കണം, അതിന്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അല്ലാതെ ഇറ്റ് വാസ് ഫൺ. നല്ല അതുപോലെ ഒരു സമാധാനപരമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. നമുക്ക് എന്താ പറയാ, ഫാമിലി ഉണ്ടായിരുന്നു അജ്മലിന്റെ. പിന്നെ എല്ലാരും നല്ലൊരു എന്താ പറയാ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ അജ്മലിന്റെ റിലേറ്റീവ്സ് വീടുകളിലൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ അപ്പൊ ഷോർട്ട് ഫിലിം നമ്മൾ 6 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. 6 ദിവസം. ഞാനതിനെ കൊണ്ട് പ്രതീക്ഷിച്ചായിരുന്നു. ഇല്ല, 6 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് പോയിരുന്നു. നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പൊ സമൽരാജിന്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിനെ നിങ്ങളുടെ, അതായത് നിങ്ങൾ ക്യാരക്ടേഴ്സ് അല്ലാതെ നിങ്ങൾ റിയൽ നിങ്ങളെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഈ ഒരു ഷോർട്ട് ഫിലിം എന്താന്ന് ഒരാൾക്ക് പറയാണ്, അതിനാണെങ്കിൽ എങ്ങനെ പറയും? ഡയറക്ടർ നല്ല ഡയറക്ടർ. അല്ല, ഞാനെന്തായാലും ഡയറക്ടറിന്റെ സ്വന്തം അനുഭവം അപ്പൊ പറയാം. ശരിയാണ്. ഞാനിപ്പോ എന്താ പറയാ, കാണണമെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാരും കണ്ടോളൂ എന്ന് പറയും. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എന്താ പറയണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതല്ല, നമുക്ക് എന്താ പറയാ, കഥ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കഥ പറഞ്ഞിങ്ങനെ കൊടുക്കുക, കണ്ടിട്ടല്ലേ അവർക്ക്. അതല്ല, നമ്മളിപ്പോ ഒരു സിനിമയുടെ ഫുൾ കഥ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവര് കണ്ടിട്ട് അഭിപ്രായം പറയാന്ന് മാത്രമേ ഉള്ളൂ. അതെ, ചുമ്മാ ചില്ലായിട്ട് വെറുതെ മനസ്സൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിട്ട് വെറുതെ കാണാം.
വലിയ സീരിയസ് ആയിട്ട് അടിക്കരുത്. ആരും ഇൻസ്പയർഡ് ആയിട്ടൊന്നും ചെയ്യരുത്. അത് അതെ, ഇൻസ്പിറേഷൻ. അതെ അതെ, ഇതിന് ഇൻസ്പിറേഷൻ ആരും കാണരുത്. അതൊക്കെ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ചുമ്മാ നമുക്ക് കണ്ട് ചിരിക്കാം, നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഒരു ഫണ്ണുള്ള സംഭവത്തിൽ കാണാം രസമായിട്ട്. അത്രയും ടൈറ്റിൽ റോൾ ആണ്, പറയൂ. അതെ, ഇതൊക്കെ തന്നെ വലിയ മെസ്സേജ് ഒന്നും കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പൊ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, അരമണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാൻ, രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ. പിന്നെ നമുക്ക് കുറേയൊക്കെ അതിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ. ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കുറേ സ്വപ്നങ്ങളെ കഥ. അജ്മലിന്റെ കഥ അതെ. അതാണ് ഉദ്ദേശിച്ചത്. കമൽരാജന്റെ സ്വപ്നങ്ങൾ മാതിരി അജ്മലിന്റെ സ്വപ്നങ്ങൾ പൂമണിഞ്ഞു. സർ, എനിക്ക് ഒരു ഫൈനൽ വേർഡ് ഉണ്ടോ? അല്ല പറഞ്ഞ ഇപ്പൊ പറ. അതന്നെ അതിനാക്കിയോ. അപ്പൊ എന്തായാലും ഇപ്പൊ റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ അത് മാത്രം കണ്ട് നിങ്ങൾ ഏതാന്ന് വിലയിരുത്താതെ നമ്മൾ യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലേ, ദ ബിഗസ്റ്റ് ഷോർട്ട് മൂവി ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക. ആൻഡ് ടു ദി എൻറ്റയർ ക്രൂ എല്ലാവിധ ആശംസകളും. ഞങ്ങൾ എല്ലാവരും പാർട്ട് 2 വേണ്ടി അല്ലെങ്കിൽ അടുത്തൊരു മൂവി ആയിട്ട് വരാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എസ്പെഷ്യലി സമുദ്രാജ് ആ ഒരു കഥാപാത്രം എന്താണ് ഇതിന്റെ അടുത്ത പരിപാടി പുള്ളിക്കാരനെ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഈ ഒരു എൻറ്റയർ ക്രൂവിന് എല്ലാവിധ ആശംസകളും നേരിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എല്ലാവരും താങ്ക് യു.